ഹായ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു തിയറത്തിൻ്റെ ബാക്കിയാണ് പറയുന്നത്. വീഡിയോ ഏതാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ദി എലമെൻറ്റ്സ് ഓഫ് എക്സ് ബൈ ആർ ഓഫ് ദി ഫോം ഇക്വാലൻസ് ക്ലാസ് ഓഫ് എക്സ് മോഡ് എക്സ്. അത് ഇക്വാലൻസ് അതിൻ്റെ തിയറത്തിൽ പറഞ്ഞെന്താ വെച്ചാൽ ഇക്വാലൻ ക്ലാസ് ഒരു പാർഷ്യൽ ഓർഡർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. തിയറം ഞാൻ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. അതിൽ നമ്മൾ ആർ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ദെൻ ദർ ഈസ് എ പാർഷ്യൽ ഓർഡർ ഓൺ എക്സ് ബൈ ആർ സെറ്റ് ദാറ്റ് ഫോർ ഓൾ എക്സ് കോമ വൈ എലിമെൻറ്റ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ വിച്ച് ഇംപ്ലൈസ് പി ഓഫ് എക്സ് ഇസ് ഫോളോസ് പി ഓഫ് വൈ വിച്ച് ഇംപ്ലൈസ് ഇക്വാലൻസ് ക്ലാസ് ഓഫ് എക്സ് ഇസ് ഫോളോസ് ഇക്വാലൻസ് ക്ലാസ് ഓഫ് വൈ. അതാണ് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. സോ അത് നമ്മൾ ഇക്വാലൻസ് ക്ലാസ് എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ ഇത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് ഇക്വാലൻസ് ക്ലാസ്സിനാണ്, ആർ ഇക്വാലൻസ് ക്ലാസ്സിനാണ്. If equivalent class of x and equivalent class of y are two elements of x given R, x എന്ന് ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആട്ടോ, സ്മോൾ ലെറ്റർ എക്സ് അല്ല. അതേപോലെ ഇവിടെയും ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണ്. ഡിഫൈൻ equivalent class of x is follows equivalent class of y if and only if x less than or equal to y. ഇതാണ് equivalent classൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, പി ഈസ് ഡിഫൈൻ. പി ഡിഫൈൻ ചെയ്യുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു equivalent class of x and p of y equal to equivalent class of y എന്നാണ്. Then to ensure that this gives well-defined binary operation on x, we must show that the definition is independent of the choice of representative. അതായത് നമ്മൾ ഇക്വലൻറ്റ് ക്ലാസ് എടുക്കുന്നതിൻ്റെ ചോയ്സ് ചൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എന്ത് കാണിക്കേണ്ടത് ഡെഫിനിഷൻ. സോ എക്സ് ഫ്രം ഇക്വലൻറ്റ് ക്ലാസ് എക്സ് ആൻഡ് വൈ ഫ്രം ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് വൈ. എക്സ് എടുക്കുന്നത് ഇക്വലൻറ്റ് ക്ലാസ്സിൽ എക്സിലും അതേപോലെ വൈ എന്ന് പറയുന്നത് ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് വൈ ആണ്. സപ്പോസ് സെഡ് എലിമെൻറ്റ് ഓഫ് ഇക്വലൻറ്റ് ക്ലാസ് എക്സ് ആൻഡ് ഡബ്ല്യു എലിമെൻറ്റ് ഓഫ് ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് വൈ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? വി ഹാവ് ടു പ്രൂവ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ദെർഫോർ എക്സ് റിലേറ്റഡ് ടു സെഡ് ആണ്, അതേപോലെ വൈ റിലേറ്റഡ് ടു ഡബ്ല്യു ആണ്. എക്സ് റിലേറ്റഡ് ടു സെഡ് മീനിങ് എന്താ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൻഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അതേപോലെ വൈ റിലേറ്റഡ് ടു ഡബ്ല്യു മീനിങ് എന്താ? വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു ആൻഡ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്തത് സെഡ് ഇക്വലൻറ്റ് ക്ലാസ് എക്സിലുണ്ട്, ഡബ്ല്യു ഇക്വലൻറ്റ് ക്ലാസ് വൈയിലുണ്ടെങ്കിൽ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഫ്രം ദിസ് കാരണം എക്സ് റിലേറ്റഡ് ടു സെഡ് എന്ന് പറയാൻ കാരണം വെച്ചാൽ എക്സും സെഡും എവിടെ നിന്നാണ് എടുക്കുന്നത്? ഇക്വലൻറ്റ് ക്ലാസ് എക്സ് എന്നാണ് എടുക്കുന്നത്. അതേപോലെ വൈയും ഡബ്ല്യു എവിടെ നിന്നാണ് എടുക്കുന്നത്? ഇക്വലൻറ്റ് ക്ലാസ് വൈ എന്നാണ് എടുക്കുന്നത്. അപ്പോൾ എക്സും സെഡും തമ്മിലൊരു റിലേഷൻ ഉണ്ടാവും, അതേപോലെ വൈയും ഡബ്ല്യൂയും തമ്മിലൊരു റിലേഷൻ ഉണ്ടാവും. ഫ്രം ദിസ് വി ഹാവ് എക്സ് ലെസ് ദാൻ ഈ നാല് ഇക്വാലിറ്റി യൂസ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. എക്സ് വൈനേക്കാളും ചെറുതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് റിലേറ്റഡ് ടു വൈ ആണ്. സോ എക്സ് റിലേറ്റഡ് ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു. കാരണം നമ്മൾ ആ തിയറത്തിൽ ആദ്യം സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയുന്നുണ്ട് ഒരു ബൈനറി റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെന്ന്. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു. സോ നമുക്ക് എന്ത് കിട്ടി? ദെർഫോർ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു കിട്ടി. ഹെൻസ് ദിസ് റിലേഷൻ ഫോളോസ് ഈസ് വെൽ ഡിഫൈൻഡ്. ഇത് ഫോളോസ് ആണ്. ഫോളോസ് ഈസ് ഈക്വൽ ഈസ് വെൽ ഡിഫൈൻഡ് എന്ന് പറയാം. ടു പ്രൂവ് ഫോളോസ് ഈസ് എ പാർഷ്യൽ ഓർഡർ. നമുക്ക് ഫോളോസ് പാർഷ്യൽ ഓർഡർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഓൺ എക്സ് ബൈ ആറിൽ. ഫോർ ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് ബൈ ആർ, ഫസ്റ്റ് വൺ നമുക്ക് എന്താ പ്രൂവ് ചെയ്യണം? പാർഷ്യൽ ഓർഡർ ആണെങ്കിൽ ഫസ്റ്റ് റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് എക്സ് ഈസ് ഫോളോസ് ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് എക്സ് വിച്ച് ഇംപ്ലൈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ ഡെഫിനിഷൻ ഓഫ് ഫോളോസ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ്. ദെർഫോർ ഫോളോസ് ഈസ് റിഫ്ലെക്സീവ്. Then next transitive ആണ് for x by z element of x by r. Suppose equivalent class of x is follows y, equivalent class of y and equivalent class of y is follows equivalent class of z, which implies x less than or equal to y and y less than or equal to z. Therefore x less than or equal to z. That means equivalent class of x is follows equivalent class of z. Therefore equivalent class is transitive. ഇവിടെ വരാൻ കാരണം അതായത് ഇത് രണ്ടും കൂടിയിട്ട് ചേർത്ത് നമ്മൾ x less than z എന്ന് എഴുതാൻ കാരണം less than or equal to എന്താണ്? ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ആൻറ്റി സിമെട്രിക് ആണെന്നാണ്. സോ ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് എക്സ് ആൻഡ് ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് വൈ എലമെൻറ്റ് ഓഫ് എക്സ് ബൈ ആർ. സോ ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് എക്സ് ഫോളോസ് ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് വൈ ആൻഡ് ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് വൈ ഫോളോസ് ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് എക്സ്. ഇതിൻ്റെ മീനിങ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആൻഡ് ഇതിൻ്റെ മീനിങ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി സിമെട്രിക് ആണ് നമുക്കറിയാം. സോ എക്സ് റിലേറ്റഡ് ടു വൈ ആണ്. എക്സ് റിലേറ്റഡ് ടു വൈ ആയതുകൊണ്ട് ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് എക്സ് ഈക്വൽ ടു ഇക്വലൻറ്റ് ക്ലാസ് ഓഫ് വൈ എന്ന് വരും. ഓക്കെ, therefore follows is anti-symmetric. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോളോസ് ആൻറ്റി സിമെട്രിക് ആണെന്ന് കിട്ടി. അപ്പോൾ ഫോളോസ് എന്താണ്? പാർഷ്യൽ ഓർഡർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്തു. ഓക്കെ,
അടുത്തത് ഒരു തിയറാണ്. ലെറ്റ് എക്സ് ലെസ് ദാൻ, ഈ എക്സ് അല്ല കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അതായത് പോസിറ്റീവ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പാർഷ്യൽ ഓർഡർ സെറ്റ്. എക്സ് പറഞ്ഞാൽ നോൺ എംറ്റി സെറ്റ്. അവിടെ മിസ്റ്റേക്ക് വന്നാണ്, അപ്പോൾ തിരുത്തി എഴുതാം. ബി എ പോസിറ്റ് ആൻഡ് എ ഈസ് എ നോൺ എംറ്റി. എ എന്ന് പറഞ്ഞ ഒരു നോൺ എംറ്റി ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. ദെൻ എ ഹാസ് അറ്റ്ലീസ്റ്റ് 2 എലിമെൻറ്റ്സ്. എയിൽ അറ്റ്ലീസ്റ്റ് 2 എലിമെൻറ്റ്സ് എങ്കിലും ഉണ്ടാവും. 2 കൂടുതലുണ്ടാവും, പക്ഷെ നമുക്ക് എന്ത് പറയാം, എന്തായാലും ആ എ എന്ന് പറയുന്നതിൽ അറ്റ്ലീസ്റ്റ് 2 എലിമെൻറ്റ്സ് എന്തായാലും ഉണ്ടാവും. എ ഹാസ് മാക്സിമം എലമെൻറ്റ്. എക്ക് ഒരു മാക്സിമം എലമെൻറ്റ് ഉണ്ട്. മാക്സിമം എലമെൻറ്റ്, അതായത് കമ്പയർ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലുത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ യുണീക്ക് മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയാം. അതായത് അങ്ങനെ ആ ഒരു എക്ക് ഒരു മാക്സിമം എലമെൻറ്റ് എക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ എക്സ് എന്തായിരിക്കും, ആ എയിലെ മാക്സിമൽ എലമെൻറ്റ് ആയിരിക്കും. യുണീക്ക് മാക്സിമൽ എലമെൻറ്റ് ആയിരിക്കും. അതായത് ആ മാക്സിമൽ എലമെൻറ്റ് ഒരൊറ്റ മാക്സിമൽ എലമെൻറ്റേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു മാക്സിമൽ എലമെൻറ്റും ഉണ്ടാവില്ല. അതെന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എക്ക് മാക്സിമം എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതന്നെയായിരിക്കും എന്ത്, മാക്സിമൽ എലമെൻറ്റ്. അത് എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. എപ്പോഴാണ് എ ഒരു നോൺ എംറ്റി ഫൈനൈറ്റ് സബ്സെറ്റ് ആകുമ്പോൾ. ഓക്കെ, അതും കൂടി ആ ഒരു കണ്ടീഷൻ കൂടി ആലോചിക്കണം. സിമിലർ അസംഷൻ ഓൾസോ ഫോർ മിനിമൽ. ഇതേ സിമിലർ അസംഷൻ നമുക്ക് എന്ത് പറയാം, മിനിമലിൻ്റെ, അതിൻ്റെ ഡ്യുവാലിറ്റിയുടെ കേസിലും പറയാം. ഓക്കെ, നമുക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ എ എന്ന് പറഞ്ഞത് ഒരു നോൺ എംറ്റി ആണെന്ന് നമുക്ക് അറിയാം. കാരണം നമ്മളൊരു എലമെൻറ്റ് ചൂസ് ചെയ്യാം. കാരണം എക്സ് എന്ന് പറഞ്ഞ ഒരു നോൺ എംറ്റി സെറ്റാണ്. അപ്പോൾ അതിൻ്റെ സബ്സെറ്റ് പറഞ്ഞാൽ എന്തായാലും നമുക്കൊരു എലമെൻറ്റ് ചൂസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തിയറത്തിൽ. അപ്പോൾ എന്തായാലും എ എന്തായിരിക്കും, ഒരു നോൺ എംറ്റി സെറ്റ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്തു, x1 പറഞ്ഞ എലമെൻറ്റ് ചൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആദ്യം എന്താ കാണിക്കാൻ പോകണത്, എ എന്നൊരു ഫൈനൈറ്റ് സെറ്റ് ആണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ x1 പറഞ്ഞത് മാക്സിമൽ എലമെൻറ്റ് അല്ല എന്ന് വിചാരിക്കാം. x1 ഈസ് നോട്ട് എ മാക്സിമൽ എലമെൻറ്റ് ഓഫ് എ. എയുടെ മാക്സിമൽ എലമെൻ്റ് അല്ല. എയിൽ എന്തായാലും എന്തുണ്ടാവും, ഒരു മാക്സിമൽ എലമെൻ്റ് ഉണ്ടാവും, ഒരു മിനിമൽ എലമെൻ്റ് ഉണ്ടാവും, ഒരു മാക്സിമം എലമെൻ്റ് ഉണ്ടാവും, അതേപോലെ ഒരു മിനിമം എലമെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ x1 മാക്സിമൽ എലമെൻ്റ് അല്ല എന്ന് എടുത്തു. ദെൻ ബൈ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, വേറൊരു x2 ഉണ്ടാവും എയിൽ. ആ x2 എന്തായിരിക്കും, x1 വലുതായിരിക്കും. അതേപോലെ ഇനി x2 മാക്സിമൽ എലമെൻ്റ് അല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അഗെയിൻ x3 എന്ന് പറഞ്ഞ വേറൊരു എലമെൻ്റ് ഉണ്ടാവും, അത് എന്തിനേക്കാളും വലുതായിരിക്കും, x2 വലുതായിരിക്കും. പക്ഷെ എന്തുണ്ട്, x2 x1 ഒന്നും ഒരിക്കലും ഈക്വൽ അല്ല. ഓക്കെ, ഇനി x3 മാക്സിമൽ അല്ല വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x4 ഉണ്ടാവും. സോ x3 ലെസ് ദാൻ x4. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് x1 ലെസ് ദാൻ x2 ലെസ് ദാൻ എക്സെട്ര xn എവിടെയെങ്കിലും ഒരു ഫൈനൈറ്റ് സെറ്റിൽ പോയി അവസാനിക്കും. കാരണം നോൺ എംറ്റി സെറ്റാണ്. സോ എവറി ടൈം വി ആർ ഗെറ്റിംഗ് എ ന്യൂ എലമെൻറ്റ്. നമുക്ക് ഓരോ ടൈമിലും പുതിയ എലമെൻറ്റ് കിട്ടും. അതായത് x1 മാക്സിമൽ അല്ലെങ്കിൽ പുതിയ എലമെൻറ്റ് x2 കിട്ടി, x2 മാക്സിമൽ അല്ലെങ്കിൽ പുതിയ എലമെൻറ്റ് x3 കിട്ടി. ഓക്കെ, ആൻഡ് ദി സെറ്റ് ഈസ് ഫൈനൈറ്റ്. സെറ്റ് എന്താണ്, ഫൈനൈറ്റ് ആണ്. ദിസ് പ്രോസസ് മസ്റ്റ് സ്റ്റോപ്പ് അറ്റ് സം സ്റ്റേജ്. കുറച്ചങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോസസ്സ് എന്തായിരിക്കും, സ്റ്റോപ്പ് ആവും. ദെൻ എ വുഡ് ഹാവ് എ മാക്സിമൽ എലമെൻറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും എയിൽ എന്ത് കിട്ടും, ഒരു മാക്സിമൽ എലമെൻറ്റ് എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ എന്ന് പറഞ്ഞത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ നമ്മൾ സപ്പോസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം സപ്പോസ് ചെയ്യുന്നത് എ ഒരു മാക്സിമം എലമെൻ്റ് ആണെന്നാണ് സപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, എ ഒരു മാക്സിമം എലമെൻ്റ് ആണ്. മാക്സിമം എലമെൻറ്റ് പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലുത്. ഓക്കെ, സപ്പോസ് എ ഹാസ് മാക്സിമം എലമെൻറ്റ് സേ എക്സ് നമ്മൾ വിളിച്ചു അതിന്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ എ മാക്സിമൽ എലമെൻറ്റ്. അതെന്തായാലും നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് നേരിട്ടിട്ട് അറിയാം. അതായത് ഒരു മാക്സിമം എലമെൻ്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും, ഒരു മാക്സിമൽ എലമെൻ്റ് ആയിരിക്കും. ആ റിസൾട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഞാനത് പറഞ്ഞിട്ടില്ല. ഒരു എ എന്ന് പറഞ്ഞല്ല, ഒരു സെറ്റിൽ മാക്സിമം എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ മാക്സിമം എലമെൻ്റ് എന്തായിരിക്കും, മാക്സിമൽ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് എവരി മാക്സിമം എലമെൻറ്റ് ഈസ് എ മാക്സിമൽ എലമെൻറ്റ്. എല്ലാ മാക്സിമം എലമെൻറ്റും മാക്സിമൽ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. എല്ലാ മാക്സിമം എലമെൻറ്റും മാക്സിമൽ എലമെൻ്റ് ആയിരിക്കും. പക്ഷെ തിരിച്ചില്ല കേട്ടോ, മാക്സിമം ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ റിസൾട്ട് എന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. മാക്സിമൽ ആയിരിക്കും, ബട്ട് മാക്സിമം ആവില്ല. അതായത് കമ്പയർ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലുത് എന്താവാം, എല്ലാത്തിലും വെച്ചിട്ട് ഏറ്റവും വലുതാവാം. പക്ഷെ എല്ലാത്തിലും വെച്ചിട്ട് ഏറ്റവും വലുത് എന്നുള്ളത് കമ്പയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾക്ക് തൊട്ട് മുന്നേ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പോൾ 37 ആ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ 30 എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ എന്ത് വരുന്നത്, മാക്സിമം എലമെൻറ്റ് വരുന്നത്. കമ്പയർ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലുത്. മാക്സിമലും എന്താ വരുന്നത്, 30 ആണ് വരുന്നത് അല്ലേ. ഇനി ഞാൻ തിരിച്ച് അത് ശരിയല്ല എന്നുള്ളത്, അതായത് മാക്സിമൽ ഇംപ്ലൈസ്
മാക്സിമം ശരിയല്ല എന്നുള്ളത് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ 37 എന്ന് പറഞ്ഞിട്ടൊരു ഒരു എലമെന്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. 37 എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് നമ്മൾ ചൂസ് ചെയ്യണം. ഇതിൽ തന്നെ ഈ ഒരു ഗ്രാഫിൽ വരുന്നതിന് 37 എന്ന് വിചാരിക്കാം. പക്ഷെ 37 എന്താണ്? മാക്സിമൽ എലമെന്റ് ആണ്. കമ്പയർ ചെയ്യില്ല, എല്ലാത്തിലും വെച്ചിട്ട് ഏറ്റവും വലുതാണ് എന്ത്? 37. ബട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? 37 മാക്സിമം ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? 37 ഈ എലമെന്റ്സുമായിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 37 എന്ന് പറഞ്ഞാൽ മാക്സിമൽ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മാക്സിമം. ഓക്കെ, അപ്പോൾ ആ ഒരു റിസൾട്ട് എപ്പോഴേ ട്രൂ ആവുള്ളൂ? മാക്സിമം ആണെങ്കിൽ മാക്സിമൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്തു, അല്ല ആ ഒരു ഭാഗം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എ ഒരു മാക്സിമം ആണെങ്കിൽ അത് മാക്സിമൽ ആയിരിക്കും. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? നമ്മുടെ തിയറി എന്താ പറയുന്നത്? ഒരു മാക്സിമം എലമെന്റ് ഉണ്ടെങ്കിൽ യുണീക്ക് മാക്സിമൽ ആയിരിക്കും എന്നാണ്. ആ ഒരു യുണീക്ക് ആയിരിക്കും പ്രൂവ് ചെയ്യണം. അപ്പോൾ യുണീക്നെസ്സും കൂടി അതിൽ പ്രൂവ് ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞു. പിന്നെ അടുത്ത കോൺവേഴ്സ് ഭാഗം നമുക്ക് പ്രൂവ് ചെയ്യണം. സോ നൗ വി വിൽ ഷോ ദർ ഇസ് നോ അതർ മാക്സിമൽ എലമെന്റ് ഇൻ എ. വേറൊരു മാക്സിമൽ എലമെന്റും ഇല്ല എന്ന് വിചാരിക്കാം. ഇനി മാക്സിമൽ എലമെന്റും ഇല്ല എന്നാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഇഫ് വൈ വേർ സച്ച് ആൻ എലമെന്റ്, വൈ അങ്ങനെ ഒരു എലമെന്റ് ആണെന്ന് വിചാരിക്കാം. അതായത് വൈ ഒരു മാക്സിമൽ എലമെന്റ് ഓഫ് എ ആണെന്ന് വിചാരിക്കുക. ദെൻ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എക്സ് എന്ന് പറഞ്ഞത് നമ്മൾ മാക്സിമം എലമെന്റ് ആയിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം മാക്സിമം എലമെന്റ് ആയിട്ട് ചൂസ് ചെയ്ത സ്ഥിതിക്ക് ഏതൊരു എലമെന്റ് എടുത്താലും ആ എലമെന്റ് ഈ എക്സിനേക്കാളും എന്തായിരിക്കും? ചെറുതോ ഈക്വലോ ആയിരിക്കും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് വൈ ഈക്വൽ ടു എക്സ്. നമുക്ക് വൈ എക്സിനോട് ഈക്വൽ എന്നേ പറയാൻ പറ്റുള്ളൂ, സിൻസ് വൈ ഇസ് എ മാക്സിമൽ എലമെന്റ്. ഓക്കെ, വൈ ഒരു മാക്സിമൽ എലമെന്റ് ആയിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് ബൈ യൂസിങ് ഡെഫിനിഷനിൽ മാക്സിമലിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കൂ. ഫോർ എവരി എ എലമെന്റ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഇപ്പം നമ്മൾ പറഞ്ഞത്? വൈ എന്ന് പറഞ്ഞൊരു മാക്സിമൽ എലമെന്റ് നമ്മൾ ചൂസ് ചെയ്തു. ഈ വൈ എന്ന് പറഞ്ഞാൽ എന്തായാലും എക്സിനേക്കാളും ചെറുതായിരിക്കും, കാരണം എക്സ് ആണ് നമ്മളിവിടെ മാക്സിമം എലമെന്റ് ആയിട്ട് എടുക്കുന്നത്. ദെൻ ബൈ ഡെഫിനിഷൻ വൈ ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ ബൈ ഡെഫിനിഷൻ y equal to x. Then thus if a has a maximum element, a ക്ക് maximum element ഉണ്ട്, then a has a unique maximal element. ആ maximum element ഉണ്ടെങ്കിൽ അത് എയിൽ എന്തായിരിക്കും? ഒരു unique maximal element ആയിരിക്കും നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് കോൺവേഴ്സ്ലി സപ്പോസ് a has a unique maximal element. എക്ക് ഒരൊറ്റ യുണീക്ക് മാക്സിമൽ എലമെന്റേ ഉള്ളൂ, വേറെ ഒരു എലമെന്റും മാക്സിമലി കിട്ടില്ല എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത്. സേ എക്സ്, അതായിട്ട് നമ്മൾ എന്തെടുത്തു? എക്സ് തന്നെ എടുത്തു. വി ക്ലെയിം ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ എ മാക്സിമം എലമെന്റ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അതൊരു മാക്സിമം എലമെന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇഫ് നോട്ട്, അങ്ങനെയല്ല എന്ന് വിചാരിക്കുക, അതായത് അതൊരു മാക്സിമം എലമെന്റ് അല്ല. അത് മാക്സിമം എലമെന്റ് അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? വേറൊരു x1 പറഞ്ഞൊരു എലമെന്റ് ഉണ്ടാവും. അത് എന്തായിരിക്കും? x1 ഈസ് നോട്ട് കമ്പയറബിൾ വിത്ത് എക്സ്. എക്സിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് കണ്ടീഷനാണുള്ളത്, ഒന്ന് കമ്പയർ ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം മാക്സിമം എലമെന്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മാക്സിമം എലമെന്റ് ആണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? കമ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ മാക്സിമം അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട? കമ്പയർ ചെയ്യണ്ട. കമ്പാരബിലിറ്റി ഒരിക്കലും എന്താവില്ല? പോസിബിൾ ആവില്ല. സോ ഫോർ ഇഫ് x1 were comparable with x, then x1 less than or equal to x. ഇനി x1നെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തേ വരുള്ളൂ? ഈ x1 എന്ന് പറഞ്ഞ എലമെന്റ് എക്സിനേക്കാളും ചെറുതേ വരുള്ളൂ. കാരണം എന്താ? എക്സ് എന്ന് പറഞ്ഞത് മാക്സിമൽ എലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും x1 എന്ന് പറഞ്ഞ വേറൊരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ അത് എന്തിനേക്കാളും ചെറുതായിട്ട് വരും. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്താൽ പിന്നെ അത് മാക്സിമം ആയില്ലോ. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ അവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇഫ് ദിസ് സോൾവ്സ് ഫോർ ഓൾ x1 in A, എല്ലാ x1നും ട്രൂ ആയിരിക്കും. ഇറ്റ് വുഡ് മീൻ ദാറ്റ് x is a maximal element. So x1 is not comparable with x. If x1 is not a maximal element of A, since A has a unique maximal element, x1 is not a maximal element of A. അതായത് x1 മാക്സിമൽ അല്ല എന്ന് വിചാരിക്കാം. x1 മാക്സിമൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വേറൊരു x2 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടാവും. ആ x2 എന്ന് പറഞ്ഞത് x1നേക്കാളും വലുതായിരിക്കുന്നു. ഇനി x2 അതും എന്താവില്ല? കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? കമ്പയർ ചെയ്താൽ പിന്നെ അത് മാക്സിമം എലമെന്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. Otherwise, x2 is not by maximality of x that gives x1 less than x, contradicting that x1 is not comparable with x. x1നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എക്സ് എടുത്തു. എക്സ് ഒരു മാക്സിമൽ എലമെന്റ് അല്ല എന്ന് പറഞ്ഞു എടുത്തു. ദെൻ നമുക്ക് എന്ത് വരും? x1 വരും. സോ x is less than or equal to x1.
and x1 is less than or equal to x2 is less than or equal to x3 is less than or equal to etc. less than or equal to xn വരും. നമുക്ക് എന്ത് കിട്ടി? x എന്ന് പറഞ്ഞ വേറൊരു എലമെൻറ്റ് കിട്ടി. അതെന്തായിരിക്കും? എന്തായാലും ഫൈനൈറ്റിൽ അവിടെ വെച്ച് അവസാനിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? വേറൊരു മാക്സിമൽ എലമെൻറ്റ് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു മാക്സിമൽ എലമെൻറ്റ് കിട്ടി. നമ്മൾ എന്താ സപ്പോസ് ചെയ്തിരുന്നത്? എക്സ് ആണ് മാക്സിമൽ എലമെൻറ്റ് എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തിരുന്നത്. നമുക്ക് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു മാക്സിമൽ എലമെൻറ്റ് കിട്ടി. അത് പോസിബിൾ ആവുമോ? കാരണം എന്താ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിനൊരു യൂണീക്ക് മാക്സിമൽ എലമെൻറ്റേ ഉള്ളൂ എന്ന്. അപ്പോൾ ഈ എക്സും എക്സനും എന്തായിരിക്കും? ഈക്വൽ ആവും. ഓക്കെ, എക്സും എക്സനും ഈക്വൽ ആവും. അപ്പം നമുക്ക് ഈ രണ്ട് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ്. സോ എക്സിനേക്കാളും വലിയ എക്സ് എൻ ആണ്. എക്സും എക്സ് എന്നും എന്താണ്? വലിയ എലമെൻറ്റ്സ് ആണ്. പക്ഷെ നമ്മൾ എന്ത് സപ്പോസ് ചെയ്തിട്ടുണ്ട്? എക്സ് അല്ലാതെ വേറൊരു വലിയ എലമെൻറ്റും അതിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. അപ്പോൾ അവിടെ എന്തായി? കോൺട്രഡിക്ഷനായി. എവിടെ കോൺട്രഡിക്ഷൻ വന്നത്? നമ്മൾ എന്ത് സപ്പോസ് ചെയ്തിട്ടുണ്ട്? ഇഫ് നോട്ട്, അതായത് അതൊരു മാക്സിമം എലമെൻറ്റ് ആയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സപ്പോസ് ചെയ്ത് പോയത്. അപ്പോൾ ഇവിടെ മാക്സിമം എലമെൻറ്റ് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? രണ്ടിൽ, അതായത് ഒന്നിൽ കൂടുതൽ മാക്സിമൽ എലമെൻറ്റ്സ് ഉണ്ടാവും എന്നാണ്. പക്ഷെ നമ്മൾ സപ്പോസ് ചെയ്തത് അതിനൊരു യുണീക്ക് മാക്സിമൽ എലമെൻറ്റേ ഉള്ളൂ എന്നാണ്. അപ്പോൾ വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. സോ ദിസ് പ്രൂവ്സ് കോൺവേഴ്സ് ഇംപ്ലിക്കേഷൻ. ദി അസേർഷൻ അബൌട്ട് മിനിമൽ എലമെൻറ്റ് ഫോളോസ് ബൈ ഡ്യുവാലിറ്റി. ഇതേ സെയിം പ്രൊസീജിയർ നമുക്ക് എന്ത് ചെയ്യാം? മിനിമൽ എലമെൻറ്റിൻ്റെ കേസിലും പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു തിയറത്തിൽ പറയുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. എപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ലെറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എ പാർഷ്യൽ ഓർഡർ സെറ്റ് ആൻഡ് എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് എക്സ് നമ്മൾ എന്ത് വിളിക്കുകയാണ്? കവർ എക്സ് എന്ന് വിളിക്കുകയാണ്. ഇഫ് അങ്ങനെയാണെങ്കിൽ കവർ എക്സ് എന്ന് വിളിക്കണമെങ്കിൽ എക്സ് ലെസ് ദാൻ വൈ ആൻഡ് ദർ ഇസ് നോ സെഡ് എലമെൻറ്റ് ഓഫ് എക്സ് സെറ്റ് ദാറ്റ് എക്സ് ലെസ് ദാൻ സെഡ് ആൻഡ് സെഡ് ലെസ് ദാൻ വൈ. അതായത് എക്സ് വൈ ഈസ് സെറ്റ് ടു ബി കവർ എക്സ്. വൈയെ നമ്മൾ കവർ എക്സ് എന്ന് വിളിക്കണമെങ്കിൽ, കവർ എക്സ് എക്സിൻ്റെ കവറാണെന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കണം? എക്സ് എന്ന് പറഞ്ഞത് ഇസ് ലെസ് ദാൻ വൈ. എക്സ് വൈനേക്കാളും ചെറുതാവണം. പിന്നെന്താ കണ്ടീഷൻ? ഒരു സെറ്റും ഈ എക്സിൻ്റെയും വൈൻ്റെയും ഇടയിൽ ഒരു സെറ്റും ഉണ്ടാവാൻ പാടില്ല. അതായത് എക്സ് ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചൂസ് ചെയ്യാൻ പറ്റരുത്. ഓക്കെ, അതിന് തന്നെ നമ്മൾ എന്ത് പറയാം? വൈ ഈസ് സെറ്റ് ടു കവർ എക്സ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ലെറ്റ് എക്സ് ഈക്വൽ ടു 0 1 2 3 എക്സെട്ര. 4 കവേഴ്സ് 2. നമ്മൾ എലമെൻറ്റ്സ് എടുത്തു. എക്സ് ആയിട്ട് നമ്മൾ എന്തെടുത്തു? എക്സ് ആയിട്ട് നമ്മൾ 2 എടുത്തു. വൈ ആയിട്ട് നമ്മൾ എന്തെടുത്തു? 4 എടുത്തു. അപ്പോൾ 4 കവേഴ്സ് 2 എന്നാണ്. 4 കവേഴ്സ് 2 ആണെങ്കിൽ 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. ഇനി 2ൻ്റെയും 4ൻ്റെയും ഇടയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു എലമെൻറ്റിനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. 2ൻ്റെയും 4ൻ്റെ ഇടയിൽ ഒരു എലമെൻറ്റിനെ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കമ്പയർ ചെയ്യുന്ന രീതിയിൽ 2നെയും 4നെയും ഒരേപോലെ കമ്പയർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അതിന് പകരം നമ്മൾ എന്ത് എടുക്കുകയാണ്? അപ്പോൾ 4 കവേഴ്സ് 2 ഇത് ശരിയാണ്. ബട്ട് 8 ഡസ് നോട്ട് കവേഴ്സ് 2. 8 ഡസ് നോട്ട് കവേഴ്സ് 2. അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 നമുക്ക് എഴുതാൻ പറ്റും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 എടുക്കാം. കമ്പയർ ചെയ്യുന്ന രീതിയിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 8 ഡസ് നോട്ട് കവേഴ്സ് 2 ബട്ട് 4 കവേഴ്സ് 2. ഓക്കെ, ഇത് നമ്മൾ വേറെ രീതിയിൽ ഡിവൈഡ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 2 ഡിവൈഡ്സ് 4 ആണ്. ഓക്കെ, 2 ഡിവൈഡ്സ് 4 ആൻഡ് 4 ഡിവൈഡ്സ് 8. 2 ഡിവൈഡ്സ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലെസ് ദാൻ 4 എന്നാണ് മീനിങ്. ആൻഡ് 4 ഡിവൈഡ്സ് 8 പറഞ്ഞാൽ 4 ലെസ് ദാൻ 8. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് y ഡിവൈഡ്സ് എക്സ് ഇസ് പ്രൈം. y ഡിവൈഡ്സ് എക്സ് പ്രൈം ആയാലും മതി. 2 ഡിവൈഡ്സ് 4 ചെയ്താൽ നമുക്ക് എന്താ വരിക? 2 ഡിവൈഡ്സ് 4 ചെയ്താൽ നമുക്ക് 2 എന്ന് വരും. 4 ഡിവൈഡ്സ് 8 ചെയ്താൽ നമുക്ക് എന്ത് വരും? 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ y ഡസ് നോട്ട് ഡിവൈഡ്സ് എക്സ് ഇസ് എ പ്രൈം. ഇങ്ങനെ ഇത്തിരി മനസ്സിലാക്കിയാൽ മതി. എക്സ് എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു. ഇതിൽ 4 കവേഴ്സ് 2 ആണ്. ബട്ട് 8 ഡസ് നോട്ട് കവേഴ്സ് 2 ആണ്. കാരണം എന്താ? 8ൻ്റെയും 2നെയും കമ്പയർ ചെയ്യുന്ന ഒരു എലമെൻറ്റ് ആ 8ൻ്റെയും 2ൻ്റെയും ഇടയിൽ നമുക്ക് 4ന് ചൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കവേഴ്സിൻ്റെ ഡെഫിനിഷൻ. ഇനി കവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ് അത് അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു.